അതിർത്തികൾക്കിപ്പുറം യുദ്ധത്തിന്റെ ഇടിമുഴക്കം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്കിപ്പുറം ഒരു ജനതയുടെ ഹൃദയം തുടിക്കുകയാണ്. തോക്കുകൾക്കും മിസൈലുകൾക്കും തകർക്കാൻ കഴിയാത്ത മനുഷ്യത്വത്തിന്റെ അടയാളമായി കാശ്മീരിൽ നിന്ന് ഇറാനിലേക്ക് ഇപ്പോൾ ഒരു സ്നേഹപ്രവാഹം ഒഴുകിയിരിക്കുകയാണ്. സ്വന്തം കുടുക്കപ്പണം നീക്കിവെച്ച കുട്ടികളും വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച ആഭരണങ്ങൾ ഊരി നൽകിയ അമ്മമാരും ചേർന്ന് ലോകത്തിന് നൽകുന്നത് ഒരേ ഒരു സന്ദേശമാണ്: യുദ്ധത്തിന്റെ കനലിലും കരുണയുടെ ഉറവ വറ്റിയിട്ടില്ലെന്ന്. ഇറാൻ എംബസിയെ പോലും അത്ഭുതപ്പെടുത്തിയ കാശ്മീരിന്റെ ഈ മഹാദാനത്തിന്റെ പിന്നിലെ ഹൃദയസ്പർശിയായ കഥ ഇങ്ങനെയാണ്. ഈ സഹായ പ്രവർത്തനങ്ങൾക്ക് പ്രതികരിച്ച് ഇന്ത്യയിലെ ഇറാൻ എംബസി ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തി. ഇറാനിലെ ജനതയ്ക്കൊപ്പം നിന്നതിന് കാശ്മീരിലെ ജനങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി. ഈ ദയ ഒരിക്കലും മറക്കില്ല എന്ന സന്ദേശം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു. നന്ദി ഇന്ത്യ എന്ന വാക്കുകളോടെ അവസാനിക്കുന്ന ഈ പ്രതികരണം ഈ നീക്കത്തിന്റെ മനുഷ്യബന്ധപരമായ ആഴം വ്യക്തമാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. പെരുന്നാൾ ആഘോഷങ്ങൾക്കിപ്പുറം ബുഡ്ഗാമിലെയും ബാരാമുള്ളയിലെയും തെരുവുകൾ ഈ വലിയ മനുഷ്യത്വത്തിന്റെ സാക്ഷികളാവുകയായിരുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങിയ യുവാക്കളെ കാത്തിരുന്നത് കേവലം പണമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പ്രാർത്ഥനകളും സ്നേഹവുമായിരുന്നു. പണത്തിനു പുറമെ തങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള ചെമ്പുപാത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും വരെ യാതൊരു മടിയും കൂടാതെ അവർ നൽകി. ഇതിലേറെ ഹൃദയസ്പർശിയായത് കുഞ്ഞുങ്ങളുടെ ഇടപെടലായിരുന്നു. കളിക്കാനോ മിഠായി വാങ്ങാനോ കരുതി വെച്ച തങ്ങളുടെ കൊച്ചു പിഗ്ഗി ബാങ്കുകൾ പൊട്ടിച്ച് ആ സമ്പാദ്യം മുഴുവൻ അവർ നീട്ടി നൽകിയത് ഈ ദൗത്യത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ഈ പ്രവർത്തനത്തിന് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പലരും തങ്ങളുടെ ആഭരണങ്ങൾ വരെ നൽകാൻ തയ്യാറായപ്പോൾ 28 വർഷം മുമ്പ് മരിച്ച ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ മൊമെന്റോ പോലും ഒരു വൃദ്ധ സംഭാവനയായി നൽകിയ സംഭവം ഏറെ ഹൃദയസ്പർശിയായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സാമ്പത്തിക മൂല്യത്തേക്കാൾ വലിയ മാനസിക ബന്ധവും സഹാനുഭൂതിയും ഈ സംഭവത്തിൽ പ്രകടമാണ്. സംഭാവനകൾ ശേഖരിക്കുന്നതിൽ പരസ്യത ഉറപ്പാക്കാൻ ഇറാൻ എംബസി മാർച്ച് 17 ഔദ്യോഗിക ബാങ്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അനൌദ്യോഗിക QR കോഡുകളോ UPI വിവരങ്ങളോ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയതും ശ്രദ്ധേയമാണ്. ഇത് സഹായ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായുള്ള നടപടിയായാണ് കാണപ്പെടുന്നത്. മൊത്തത്തിൽ കാശ്മീരിൽ നിന്നുള്ള ഈ സഹായ പ്രവർത്തനം ഒരു സാധാരണ സംഭാവന ശേഖരണം മാത്രമല്ല, യുദ്ധകാലത്തും മനുഷ്യനന്മയും കരുണയും നിലനിൽക്കുന്നതിന്റെ ശക്തമായ സന്ദേശമാണ്. ഭൗമപരിധികളുടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറികടന്ന് മനുഷ്യബന്ധങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഇത് മാറുന്നു.